ചിലതരം ക്യാൻസറുകൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ലങ് ക്യാൻസറും പുകവലിയെല്ലാം പുകയിലയുടെ ഉപയോഗം അതിലൊരു സിംഗിൾ കാരണം തന്നെ മതി ക്യാൻസർ വരാൻ പഠിക്കും. എന്നാൽ പോലും പലപ്പോഴും അതിൻ്റെ അകത്തൊരു ബോഡിയുടെ സസെപ്റ്റബിലിറ്റി, അതായത് ബോഡിയുടെ വീക്ക്നെസ് ടു ടൊബാക്കോ, അത് എത്ര ഉപയോഗിച്ചു, ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. പക്ഷേ സ്പെസിഫിക്കലി പറഞ്ഞാൽ രണ്ട് മേജർ സാധാരണമായി കാണുന്ന രണ്ട് കാർസിനോജൻ, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് സിഗരറ്റ് സ്മോക്കിംഗ്, അതായത് പുകയിലയുടെ പല വിധത്തിലുള്ള ഉപയോഗം, സ്മോക്കിംഗ് മാത്രമല്ല ചവയ്ക്കുക, അത് ഗമ്മായിട്ട് ഉപയോഗിക്കുക, അത് രണ്ടാമത്തത് മദ്യപാനം അതിൻ്റെ ഉപയോഗം. ഇത് രണ്ടുമാണ് രണ്ട് നോൺ കാർസിനോജൻ സർവ്വസാധാരണമായിട്ട് നമ്മുടെ ജനങ്ങളിൽ കണ്ടുവരുന്നത്. ഇതിൽ ടൊബാക്കോ ആണ് പ്രധാനമായിട്ടുള്ള വില്ലൻ. ഇത് കൂടാതെ നമ്മുടെ സാധാരണ ദിനചര്യയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് റെഡ് മീറ്റ് ഒന്ന് കുറയ്ക്കുക, അതായത് അത് നിർത്തണം. ഇപ്പം പുകയില ഉപയോഗിക്കുന്ന മാതിരിയോ മദ്യപാനം ചെയ്യുന്ന മാതിരിയോ അത് നിർത്തേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ അത് കുറയ്ക്കുക, മിതമായിട്ട് എടുക്കുക. പിന്നെ രണ്ടാമത്തത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ എക്സസൈസുകൾ, നടത്തം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും പല പഠനങ്ങളും തെളിഞ്ഞിട്ടുള്ളതാണ്. ഇത് കൂടാതെ സ്തനം സ്വയം പരിശോധന സ്ത്രീകളിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് 30 വയസ്സിൻ്റെ മേലെയുള്ള സ്ത്രീകൾ ചെയ്യുന്നതും പലതരത്തിലും സ്തനാർബുദം ഒരു പരിധി വരെ കുറയ്ക്കാൻ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്.